നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപിയുടെ ലീഡ് 60,000 കടന്നതോടെ തൃശൂരിൽ BJP പ്രവർത്തകർ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. ഭൂരിപക്ഷം 90,000 കടക്കുമെന്നാണ് അനുയായികൾ പറയുന്നത്. 12:30 വരെയുള്ള കണക്കുകൾ പ്രകാരം 3,28,461 വോട്ടുകളാണ് സുരേഷ് ഗോപി നേടിയത്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനേക്കാൾ 61,534 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് സുരേഷ് ഗോപിക്കുള്ളത്. സുരേഷ് ഗോപി വൈകാതെ ഹെലികോപ്റ്ററിൽ തൃശൂരിലേക്ക് വരുമെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. പുലി പതുങ്ങുന്നതേ പേടിച്ചിട്ടല്ലാട്ടോ, എടുത്തു കുതിക്കാൻ വേണ്ടിയായിട്ടാണ്. അതിപ്പോൾ നമ്മൾ കണ്ടത് കുതിച്ചു ഉയർന്ന് അത്രയേ പറയാനുള്ളൂ. ലഡുവല്ല, ഇന്നിവിടെ ബിരിയാണിയാണ് എന്നാണ് BJP പ്രവർത്തകർ വിജയ് കിരീടം ചൂടിയ സുരേഷ് ഗോപിയുടെ സന്തോഷത്തിൽ പറയുന്നത്. കിരീടം സ്വർണം തന്നെയാണെന്ന് മനസ്സിലായില്ലേ? ഇപ്പോൾ സ്വർണം തന്നെയാണ് മറ്റൊരു BJP പ്രവർത്തകർ അത് തന്നെ പറയുന്നു. സുരേഷ് ഗോപിക്ക് തൃശൂർ ജനങ്ങൾ ഹൃദയം കൊണ്ടു തന്നു, എടുക്കേണ്ടി വന്നില്ല, തന്നു. മാതാവിന്റെ കിരീടം സ്വർണം തന്നെയാണെന്ന് സംശയമുണ്ടോ? ഇപ്പോൾ മാതാവ് കണ്ണിനെ അനുഗ്രഹിച്ചില്ലേ? ലൂർദ് പള്ളിയിലെ മാതാവ് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി മാതാവിന്റെ മുഖത്തേക്കൊന്ന് നോക്ക്, പള്ളിയിൽ പോയി നോക്ക്, മാതാവ് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണ കിരീടം തന്നെയാണെന്ന് ഇപ്പോൾ ഉറപ്പായില്ലേ? ആർക്കെങ്കിലും ഇപ്പോൾ സംശയമുണ്ടോ എന്നൊക്കെ അനുയായികൾ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കേരളത്തിൽ താമര വിരിയുന്നതിന്റെ ലക്ഷണങ്ങളുമായി പടിപ്പടിയായി ലീഡ് ഉയർത്തി തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി മുന്നേറുന്നത്. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ വീട്ടിൽ തന്നെ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ്. മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ വീടിന് മുമ്പിൽ തടിച്ചുകൂടി. ആ ഒരു കാഴ്ച ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. മാത്രമല്ല, സുരേഷ് ഗോപിയുടെ ഭാര്യ ഉൾപ്പെടെ രാധിക, അതുപോലെ മാധവ്, മക്കൾ ഭാഗ്യ സുരേഷ് ഒക്കെ ഓടിയെത്തി ഈ ഒരു നിമിഷത്തിലേക്ക് വേണ്ടി. അവിടെ കൂടി നിന്നവർക്കെല്ലാം മധുരം നൽകിക്കൊണ്ടാണ് എല്ലാവരെയും സ്വീകരിച്ചത് തന്നെ. കോൺഗ്രസിന്റെ K മുരളീധരനാണ് 3ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത്. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ UDF-ഉം LDF-ഉം മാറി മാറി മുന്നേറിയ മണ്ഡലത്തിൽ 1.5 മണിക്കൂർ കഴിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി മേൽക്കൈ നേടിയത്. സുരേഷ് ഗോപിയുടെ വരവോടെ തൃശൂർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടുകയായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസം മത്സര രംഗത്തെത്തിയ സുരേഷ് ഗോപി തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വിരലിലെണ്ണാവുന്ന ദിവസത്തിൽ പ്രചാരണം ശക്തമാക്കുകയും ഇരു മുന്നണികളെയും വിറപ്പിച്ചുകൊണ്ട് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. 2,93,822 വോട്ടുകളാണ് അന്ന് സുരേഷ് ഗോപി നേടിയത്. അന്ന് തുടങ്ങിയ കഠിന അധ്വാനമാണ് ഇപ്പോൾ വിജയകരമായ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും ലോക്സഭയാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ശബരിമല വിഷയം കത്തിനിന്ന സാഹചര്യത്തിലാണ് 2019 സുരേഷ് ഗോപിയെ തൃശൂരിൽ പരീക്ഷിക്കാൻ BJP നേതൃത്വം തയ്യാറായത്. ശബരിമലയെപ്പറ്റി പ്രചാരണത്തിനിടെ ഒന്നും പറയരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയെങ്കിലും ആ വിഷയം ഉയർത്തി തന്നെയാണ് സുരേഷ് ഗോപി മുന്നേറിയത്. എന്നാൽ ഇക്കുറി തൃശൂരിൽ നിന്നൊരു കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് തൃശൂരിൽ സുരേഷ് ഗോപി പ്രചാരണം ശക്തമാക്കിയത്. വീടുകളിൽ കയറി ഉച്ചഭക്ഷണം കഴിച്ചും ഗർഭിണിയുടെ വയറ്റിൽ തടവിയും അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ജനകീയ മുഖമാണ് ഇപ്പോൾ കരുത്തന്മാരായ VS സുനിൽകുമാറിനെയും K മുരളീധരനെയും അടിച്ചിടുന്ന തലത്തിലേക്ക് വളരാൻ സുരേഷ് ഗോപിയെ സഹായിച്ചത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സഹകാരി മാർച്ച് BJP-ക്കും NDA-ക്കും ഉണ്ടാക്കിയ മൈലേജ് ചില്ലറയായിരുന്നില്ല എന്നും ലീഡ് നില വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് ബാലികേറാമലയായ കേരളത്തിൽ തൃശൂർ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു BJP-യുടെ പടനീക്കം. അതിനായി പ്രധാനമന്ത്രി മോദിയെ തന്നെ പലതവണ രംഗത്തിറക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുമ്പ് ഔദ്യോഗികമായല്ലാതെ പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയും സുരേഷ് ഗോപിയായിരുന്നു. സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 തവണയാണ് തൃശൂരിലെത്തിയത്. എതിരാളികൾ ഒരുപാട് ട്രോളിയെങ്കിലും തനി സിനിമ സ്റ്റൈലിലായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രചാരണം. നാടിളക്കിയുള്ള മത്സരത്തിൽ സ്ഥാനാർത്ഥിയെ കാണാനും സെൽഫി എടുക്കാനും ജനങ്ങൾ ഒത്തുകൂടി. എന്നാൽ ഇതെല്ലാം വോട്ടായി മാറുമോ എന്ന് BJP-ക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. ആ സംശയം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കാണ്. സ്ത്രീകളുടെ പിന്തുണ നേടാനായതാണ് സുരേഷ് ഗോപിക്ക് അനുകൂലമായതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണയും ഉറപ്പിക്കാൻ കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരവും തെരഞ്ഞെടുപ്പ് വിഷയമായത് സുരേഷ് ഗോപിക്ക് അനുകൂലമായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.